വെൽക്കം ടു മല്ലു ഗേൾ ടോക്കീസ്. അപ്പൊ നമ്മൾ ഇന്ന് മൈസൂർ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കൊണ്ടുപോവാം. ഒരു മൈസൂർ വ്ലോഗ് ആകട്ടെ, കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇപ്പൊ സമയം സൺഡേ രാവിലെ ഒരു 9:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ആദ്യത്തെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ദ വീഡിയോ. രാവിലെ നല്ല ചൂടുള്ള ഫിൽറ്റർ കോഫിയും നല്ല പൂ പോലത്തെ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന പോലത്തെ സന്തോഷം വേറെ എന്തിനാ. അപ്പൊ A to Bയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇറ്റ്സ് ബേസിക്. സാധാരണ ട്രാവൽ ചെയ്യാൻ പോകുന്നേരത്ത് നമ്മൾ ഇതേപോലത്തെ ആനന്ദഭവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഉടുപ്പി ഹോട്ടൽ ഇവിടെയൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഇഡ്ഡലി, കാരണം ട്രാവൽ ഫ്രണ്ട്ലി ആയിരിക്കും, വയറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. സോ ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ചർച്ച് ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു, കുറച്ച് നേരം ചില്ല് ചെയ്തു. ഇപ്പം സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ പ്ലാനറ്റ് ഓഫ് അക്വേറിയത്തിൽ പോകും. അതിനുശേഷം ചിലപ്പോൾ റെയിൻ മ്യൂസിയത്തിൽ പോകും, പിന്നെ വൃന്ദാവൻ ഗാർഡൻസ് ആൻഡ് ദെൻ കമ്മിങ് ബാക്ക്. അപ്പോൾ അതാണ് പ്ലാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ മേക്കപ്പ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. മേക്കപ്പ് വളരെ സിമ്പിൾ ആണ്. ഞാൻ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് യൂസ്ഡ് പിക്സി ഗ്ലോ ബ്ലഷ്. ഇത് ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കോമ്പോസ്. ഐ വിൽ ഷോർലി ഷോ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതാണ് ഇന്നിട്ടേക്കുന്ന ഡ്രസ്സ്. ഇത് മാക്സിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ആൻഡ് ഐ ആം വെയറിംഗ് ജോഗേഴ്സ്. ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത് പ്രമാണിച്ച് ഞങ്ങൾ ചേട്ടായിസിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഒത്തിരി മലയാളി ഫുഡ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം നമ്മുടെ കൂന്തൽ ഫ്രൈയും ഫിഷ് ബിരിയാണിയും വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ദ പ്ലാനറ്റ് എർത്ത് അക്വേറിയത്തിൽ വന്നു. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതിൻ്റെ എൻട്രൻസ് ആണ്. ആ ഷാർക്ക് മൗത്തിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംമാതിരി മീനുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ സീ ഷെൽസിൻ്റെ ഒരു കളക്ഷൻ, മിനിയേച്ചർ ആർട്സിൻ്റെ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. ഭയങ്കര സൂത്തിങ് ആണ് മീനുകളെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത്. ക്യൂട്ട് പല പല ടൈപ്പിലുള്ള ഫിഷസ് ഉണ്ടായിരുന്നു. ഓൾ ഓഫ് ദെം വർ വെരി ബ്യൂട്ടിഫുൾ. ഈ അക്വേറിയം വെൽ മെയിൻറ്റെയിൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ദേ ക്യാൻ ആക്ച്വലി ഡു എ ബെറ്റർ ജോബ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ദീസ് ആനിമൽസ്. അതിനുശേഷം നമ്മൾ പോകുന്നത് പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ റാബിറ്റ്സ് ഉണ്ട്, ഇഗ്വാന ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ ഫേവറേറ്റ് ഈ പുള്ളിക്കാരത്തിയായിരുന്നു. ഭയങ്കര അറ്റൻഷൻ സീക്കിങ് ഫ്രണ്ട്ലി കൗ ആയിരുന്നു കേട്ടോ. ഏവിയറി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മുടെ കയ്യിൽ ഫുഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരാളിൻ്റെ മുടിയെല്ലാം പറിച്ച് കളയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടുന്ന് വൃന്ദാവൻ ഗാർഡനിലേക്ക് എത്തി. ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വൃന്ദാവൻ ഗാർഡനിലെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ ഷോ കാണുക എന്നുള്ളതാണ്. നേരത്തെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടിരുന്ന് വാട്ടർ ഷോ കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ട്. 6:30 വാട്ടർ ഷോ തുടങ്ങുന്നത്. ഒരു 7:30 8 o'clock അടുപ്പിച്ചിട്ട് വൃന്ദാവൻ ഗാർഡനിൽ നിന്ന് നമ്മൾ തിരിച്ച് റൂമിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഹായ് ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. സമയം ഒരു 7:30 നമ്മൾ ശ്രീ ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നിറയെ ബൊഗെയിൻ വില്ലാസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. പശുക്കളൊക്കെ സമാധാനമായിട്ട് റോഡ് ക്രോസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിർത്തി കൊടുത്തേക്കാണ്. അങ്ങനെ ഏകദേശം ഒരു 7-8 മണിയോട് അടുപ്പിച്ച് നമ്മൾ ടെമ്പിളിലെത്തി. മൺഡേ രാവിലെ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ ദർശനം കഴിഞ്ഞു. ഇതിനു മുന്നേ ഞാൻ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഒരു 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ്സ് എടുത്തുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. സോ ഇപ്പം തിരിച്ചു പോവാണ്. ഇവിടെ ഒരു നന്ദിയുടെ ഒരു ക്ഷേത്രം പോലെ, ക്ഷേത്രമല്ലേ ഇത്, ഒരു സ്റ്റാച്ചു. അത് ക്ഷേത്രമാണോന്ന് വലിയ പിടിയില്ല, അവിടെ ചെന്നാലേ അറിയാവുള്ളൂ. പക്ഷേ ഗൂഗിൾ മാപ്പ് നമ്മളെ റോഡ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി ഏകദേശം
1 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. എന്നാലേ നമ്മൾ നന്ദിയുടെ അവിടെ എത്തുള്ളൂ. കാരണം ഇവിടെ ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പം വണ്ടി ഇങ്ങോട്ട് വരില്ല, പക്ഷെ നമുക്ക് നടന്നു പോവാം. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോഡ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഞാൻ കാണിച്ചു തരാം. മെയിൻ റോഡ് ഫുള്ള് ഇടിഞ്ഞ് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പോൾ ഇതുവഴി വേണം പോയി കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം നന്ദി ഭഗവാനെ കണ്ടു. അതൊരു അമ്പലമാണ്, സ്റ്റാച്ചു അല്ല. അവിടെ നന്ദിയുടെ പ്രതിഷ്ഠയും ഉണ്ട്, ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ തൊഴുതിട്ട് തിരിച്ചു വരാണ്. അങ്ങോട്ടുള്ള വാക്കിംഗ് വലിയ പ്രശ്നം തോന്നിയില്ല, കാരണം നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇനി തിരിച്ച് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. അതാണ് ഒരു ആശ്വാസം. ഇവിടെ നിറയെ ഈ ക്യൂട്ട് കുരങ്ങന്മാരുണ്ട്. ഒരേ ഒരു പ്രശ്നം, സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കയ്യിൽ വെക്കണം, ഇല്ലെങ്കിൽ ഈ ക്യൂട്ട് കുരങ്ങന്മാർ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടിക്കളയും. അപ്പൊ നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോ ഗുരു സ്വീറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പോവാണ് മൈസൂർ പാക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഗുരു സ്വീറ്റ് മാർട്ട് ഫേമസ് ആവാനുള്ള കാരണം ഇവിടുത്തെ രാജകുടുംബത്തിന് ആദ്യമായിട്ട് ഈ ഒരു സ്വീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരുടെ ആൻസിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. മൈസൂർ പാക്കിന്റെ സ്വീറ്റ്നെസ്സോട് കൂടി ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.